25 വയസ്സുള്ള ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. പഠിക്കാനൊക്കെ വളരെ സമർത്ഥനായിരുന്നു. പക്ഷേ ഒരു 2 കൊല്ലത്തിന് മുൻപ് ഇദ്ദേഹത്തിന് കോവിഡ് പിടിപെടുകയാണ്. ആ കോവിഡിൻ്റെ തീവ്രതയുണ്ടായിരുന്ന സമയത്തൊന്നും രോഗം വരാതെ മാസ്കൊക്കെ വെച്ച് മറ്റുള്ളവരിൽ നിന്ന് അകലമൊക്കെ പാലിച്ച് കൈയൊക്കെ കഴുകി നന്നായി പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കോവിഡിൻ്റെ ആ തീവ്രതയൊക്കെ കഴിഞ്ഞ ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് വരുന്നത്. കാരണം ആ ഒരു സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിനൊരു ജോലിയൊക്കെ കിട്ടി. ആ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ എവിടെയോ യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് അദ്ദേഹം കരുതുന്നു അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചത്. പക്ഷേ അല്പം സങ്കീർണമായൊരു കോവിഡ് ആയിരുന്നു. അദ്ദേഹം നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ പോലും ഈ കോവിഡ് കുറച്ച് അദ്ദേഹത്തെ ഒന്ന് ഭയപ്പെടുത്തി കളഞ്ഞു, വീട്ടുകാരെയും ഭയപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഇടയ്ക്ക് ഈ രക്തത്തിൻ്റെ ഓട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ICUവിൽ കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് റിക്കവറായി പുറത്തേക്ക് ഇറങ്ങി, പൂർണ്ണമായി രോഗവിമുക്തി നേടി. പക്ഷേ ഏതാണ്ട് 1.5 കൊല്ലമായി അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച പെർഫോമറായിരുന്നു ഈ ചെറുപ്പക്കാരൻ. കാരണം അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ്. ചെറുപ്പം തൊട്ടേ കമ്പ്യൂട്ടറിൻ്റെ ഒരു വിദഗ്ധനായിരുന്നു ഈ കുട്ടിയെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കമ്പ്യൂട്ടറിൽ പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമായിരുന്നു ഇവന് താല്പര്യം. സമപ്രായക്കാരായ കുട്ടികളൊക്കെ ഈ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേക തരത്തിലുള്ള ലാംഗ്വേജുകൾ പഠിക്കാനും ഒക്കെ സ്കൂൾ കാലഘട്ടത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലേക്ക് തന്നെ അവൻ പോയി. അവിടെ മിടുക്കനായി പാസ്സായി. ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടി. ആ ജോലി സ്ഥലത്തും അദ്ദേഹം ഏറ്റവും സമർത്ഥനായൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലികളാണ് ഏറ്റവും ആദ്യം തീരുന്നത്, ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ടീം മെമ്പറായി കിട്ടാൻ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് ടീം ലീഡേഴ്സ് തമ്മിൽ വഴക്ക് തന്നെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വിശ്രമമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു കാര്യക്ഷമത കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴും ഒരു മൂടിക്കെട്ടിയ ഒരു മാനസികാവസ്ഥയാണ്. ശ്രദ്ധ ഇങ്ങനെ പതറിപ്പോകുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ചെയ്ത പ്രോജക്റ്റിൻ്റെ സകല വിശദാംശങ്ങളും എൻ്റെ തലച്ചോറിൽ കാണും. പെട്ടെന്നാണ് ഞാൻ പറയുന്നത്. ടീം ലീഡർ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ പോലും തലേന്ന് ചെയ്ത ഒരു വർക്കിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ പോലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. പലതും നന്നായി അറിയാം, പക്ഷേ അതിനനുയോജ്യമായ വാക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ആ വാക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. എന്നാണ് ചില കാര്യങ്ങൾ ചെയ്തത് എന്ന് ഓർമ്മ വരുന്നില്ല. ചില സാധനങ്ങൾ കൊണ്ട് വെച്ചത് എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. അതുപോലെ ചില ഇമെയിലുകളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയച്ചത് അതെന്നായിരുന്നു എന്ന് ഓർമ്മ വരുന്നില്ല. ആ ഇമെയിൽ അയച്ചു എന്നുള്ള കാര്യം തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ടീം ലീഡർ ചോദിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു മന്ദതയാണ് അനുഭവപ്പെടുന്നതെന്നാണ്. നമ്മൾ വിഷാദമോ അമിത ഉത്കണ്ഠയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നു. അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഉറക്കത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് കുറവാണ്. ഉറങ്ങുന്നുണ്ട് ഒരു 5-6 മണിക്കൂർ, പക്ഷേ ഉറങ്ങാൻ വളരെ വൈകുന്നു. ഉറക്കം വരാൻ വൈകുമ്പോൾ പലപ്പോഴും മൊബൈൽ എടുത്ത് വെച്ച് റീൽസ് കാണുകയോ ഷോർട്സ് കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും പിന്നെ ഇടയ്ക്കൊരു ചെറിയ ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥ വരുന്നു. ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഒരുവിധം ഒരു 5-6 മണിക്കൂർ ഉറക്കം പൂർത്തിയാക്കുന്നുണ്ട്, പക്ഷേ പഴയതുപോലെ ഒരു ഊർജ്ജസ്വലതയൊന്നുമില്ല. പണ്ടൊക്കെ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാനൊക്കെ നല്ല താല്പര്യമായിരുന്നു. ഇപ്പോൾ അതിനും താല്പര്യം തോന്നാത്തൊരവസ്ഥയാണ്. ഇത് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ നമ്മൾ മസ്തിഷ്ക മന്ദത അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കും. ഇതൊരു രോഗാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ രോഗാവസ്ഥയല്ല. പക്ഷേ ഈ കോവിഡിനൊക്കെ ശേഷം വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ പ്രായഭേദമന്യേ ആളുകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടുള്ള ലക്ഷണം ശ്രദ്ധക്കുറവാണ്. ഇത്രയും നാളും ശ്രദ്ധയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരാളിന് പെട്ടെന്ന് ഇപ്പം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശ്രദ്ധ പെട്ടെന്ന് പതറിപ്പോകുന്നു. ഓർമ്മയിലും ചെറിയ പ്രശ്നങ്ങൾ. ഓർമ്മയിലെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ തലേന്ന് ചെയ്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കാതെ വരുന്നു. ചില ഇമെയിലുകൾ അയച്ചത് ഓർക്കാതെ വരുന്നു. ചില വസ്തുക്കൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചത് ഓർക്കാതെ വരുന്നു. പ്രധാനപ്പെട്ട ചില സംഗതികളുമായി ബന്ധപ്പെട്ട വാക്കുകൾ കിട്ടുന്നില്ല. ഒരു വസ്തുവിൻ്റെ പേരായിരിക്കും, ഒരാളിൻ്റെ പേരായിരിക്കും, പേരുകൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതോടൊപ്പം പണ്ടൊക്കെ വളരെ ഊർജ്ജസ്വലനായിരുന്ന ഒരു വ്യക്തി ആകെ ഒരു ക്ഷീണിച്ച് മന്ദത പിടിച്ച ഒരവസ്ഥയെപ്പോലെ ഒരു തളർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മൊത്തത്തിൽ. കായിക വ്യായാമം അടക്കമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. സിനിമയ്ക്ക് പോകാനോ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകാനോ വിനോദയാത്രകൾക്ക് പോകാനോ ഒന്നിനും ഒരു താല്പര്യമില്ല. മൊത്തത്തിലൊരു ഡൾനെസ് ഉള്ളൊരു അവസ്ഥയാണ്. ഇത് എല്ലാ പ്രായത്തിലും വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊരു ചെറുപ്പക്കാരനുണ്ടായ അവസ്ഥയാണ്.
ചെറുപ്പമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിച്ചു. ഇവിടെ പലപ്പോഴും ഈ പകൽ സമയത്ത് ഇവരുടെ ശ്രദ്ധയും ഏകാഗ്രതയൊക്കെ കുറയുന്നത് തലച്ചോറിൻ്റെ മുൻഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അവിടെയുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തു കുറച്ച് കുറയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടും. അതോടൊപ്പം അവരുടെ ഉറക്കത്തിൻ്റെ ക്രമം കൃത്യമാക്കുക. ഒരു 8 മണിക്കൂർ രാത്രിയിൽ തുടർച്ചയായി ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അവരെ എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതോടൊപ്പം വളരെ ചിട്ടയായിട്ടുള്ള കായിക വ്യായാമങ്ങൾ, അത് സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം തന്നെ വേണം. കാരണം ഈ ബ്രെയിൻ ഫോഗുള്ള പല ആളുകളുടെയും രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ തന്നെ 2021 കാലഘട്ടത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ IT മേഖലയിൽ വർക്ക് ഫ്രം ഹോമിൽ പോകുന്ന 91% ആളുകളുടെയും രക്തത്തിലെ വൈറ്റമിൻ ഡി വളരെ കുറവാണെന്ന് കണ്ടു. കാരണം അന്ന് ലോക്ക്ഡൗണിൻ്റെ കാലമാണ്, സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ല, മാത്രമല്ല വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ പിടിപ്പത് പണിയുണ്ട് താനും. ഈ പല കാരണങ്ങൾ കൊണ്ടും സൺലൈറ്റ് എക്സ്പോഷർ കുറഞ്ഞതാണ് ഇതിനൊരു കാരണമായി വന്നത്. അപ്പോൾ ഇവിടെ ഈ ചെറുപ്പക്കാരൻ്റെയും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരുന്നു. അത് കറക്റ്റ് ചെയ്തു, തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ കൊടുത്തു, ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടാനുള്ള ചില പരിശീലനങ്ങൾ, ചില മനഃശാസ്ത്ര പരിശീലനങ്ങളും കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായി മാറുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കാവുന്നൊരു കാര്യമാണ്. പലപ്പോഴും പ്രായം കൂടിയ ആളുകളിൽ കുറച്ച് കൂടുതൽ കാലം അതിൻ്റെ ചികിത്സ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം പ്രായം കൂടിയ ആളുകൾക്ക് പലപ്പോഴും അവരുടെ തലച്ചോറിലെ കോശങ്ങൾ പ്രായം കൊണ്ട് തന്നെ കുറച്ച് ജീർണിച്ച അവസ്ഥയിലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ മസ്തിഷ്ക മന്ദത കൂടെ പിടിപെട്ടാൽ കുറച്ച് കൂടുതൽ കാലം ചികിത്സ മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് മാത്രം. നമസ്കാരം.